ഒരു ചാൻസ് കൂടെ കൊടുക്കുക, അതിനുശേഷം ആക്ഷൻ എടുത്താൽ മതി. അങ്ങനെ ആരെയും ആ പിരിച്ചുവിടുന്നത് ഒഴിവാക്കി എല്ലാവരും അടുത്തൊരു ചാൻസ് എഴുതി. കുറേ പേര് പാസ്സായി, എന്നിട്ടും പാസ്സായില്ല. അങ്ങനെ വന്നപ്പോഴാണ് അവരെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന നമ്മുടെ ടി കുഞ്ഞിരാമൻ മാഷുടെ ചിന്തയിൽ നിന്നാണ് 45C എന്ന വകുപ്പുണ്ടായത്. 45C എന്താ? ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ താൽക്കാലികമായി ഹെഡ് മാസ്റ്ററായി പ്രൊമോട്ട് ചെയ്യുക, ഹെഡ് മാസ്റ്ററായിട്ട് എല്ലാ അംഗീകാരവും ജോലിയും മാത്രമല്ല ശമ്പളവും കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ടെസ്റ്റ് പാസ്സായവർ വരുമ്പോൾ അത് ഒഴിവാക്കി കൊടുക്കണം. പക്ഷെ എന്നാലും കുറേ കാലത്തേക്ക് തുടരാം, അതിനിടയിൽ ടെസ്റ്റ് പാസ്സായാലും മതി. അങ്ങനെയാണ് ടി കുഞ്ഞിരാമൻ മാഷ് ഈ 45C എഴുതി തീർത്തത്. അപ്പോൾ അത് 1988 സംഭവമാണ്, 89 ആയതാ. 89 തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താ അറിയും, അതുവരെ 89 വരെ നമ്മളെ ട്രഷറിയിൽ, നിങ്ങൾ നേരത്തെ ഉള്ളവർക്കറിയാം, ട്രഷറി ബിൽ ബുക്ക്, ഒരു സ്കൂളിന്റെ ട്രഷറി ബിൽ ബുക്ക് ആരുടെ പേരിലാണെന്നറിയോ? AEOയുടെ പേരില്ല. 65 സ്കൂളുണ്ടെങ്കിൽ 65 ട്രഷറി ബിൽ ബുക്കും മാറ്റിയെടുക്കേണ്ടത് AEO ആണ്. അതിന് ഡ്രോയിങ് ഓഫീസർ AEO. ഈ ഡ്രോയിങ് ഓഫീസർ AEO ആയിട്ട് അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഏപ്രിൽ മാസത്തെ ശമ്പളമൊക്കെ മാറി കിട്ടണമെങ്കിൽ ഏപ്രിൽ 15 ആവണം. കാരണം ഈ ബിൽ ബുക്കൊക്കെ മാറ്റി കിട്ടണം. അത്രമാത്രം കഷ്ടപ്പാടാണ്. പിന്നെ ഈ ബില്ല് കൗണ്ടർ സൈൻ ചെയ്യണം AEO. സൂപ്രണ്ടൊന്നും പോരാ, അന്ന് AEO തന്നെ കൗണ്ടർ സൈൻ ചെയ്യണം. കൗണ്ടർ സൈൻ ചെയ്തിട്ടോ നമ്മളെ കയ്യിൽ ബില്ല് തരും, നമ്മളെ പേരിൽ അധികാരപ്പെടുത്തും ബില്ല് മാറാൻ. ഈ ഓതറൈസേഷൻ മാത്രമേ നമ്മുടെ പേരുള്ളൂ, ബാക്കിയെല്ലാം AEO തന്നെയാണ് ചെയ്യുന്നത്. ട്രഷറി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഓഡിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും തൊടാൻ പറ്റൂല. ഒരു തിരുത്തലോ വെട്ടലോ മായ്ക്കലോ ഒന്നും പാടില്ല. ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടില്ലെങ്കിലോ എഴുതാൻ പോകണം, നമ്മൾ തിരിച്ച് AEO ഓഫീസിൽ പോയിട്ട് AEO കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതിക്കണം. ഇന്നോ ഈ 1989 നവംബറിൽ 28 എയ്ഡഡ് പ്രൈമറി ഹെഡ് മാസ്റ്റർമാരെ ഡ്രോയിങ് ഓഫീസറായിട്ട് അംഗീകരിച്ചു. അതിനുശേഷം ബിൽ ബുക്ക് ഹെഡ് മാസ്റ്ററുടെ പേരിൽ ബില്ലിൽ എങ്ങനെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി, സർട്ടിഫിക്കറ്റ് എഴുതിയില്ലോ ചെറിയ തെറ്റെല്ലാം തിരുത്തി നമുക്ക് അവിടെ നിന്ന് തന്നെ ട്രഷറിയിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം 89 ഉണ്ടായത്. മനസ്സിലായില്ലേ? അങ്ങനെ 1989 സംഘടന നേരിട്ട മറ്റൊരു വലിയ വിഷയമുണ്ടായി. ടി കുഞ്ഞിരാമൻ മാഷിന്റെ കാലത്ത് കേരളത്തിൽ ഒരുപാട് സ്കൂളുകളുടെ അംഗീകാരം പിൻവലിച്ചു. കാരണം കുട്ടികളില്ലാഞ്ഞിട്ട്, അൺഎക്കണോമിക്കായ. അതിൽ നമ്മുടെ ചേവായൂർ സബ് ജില്ലയിലെ വഹാബ് മാഷിന്റെ സ്കൂളിലുണ്ടായിരുന്നു. ഈ വഹാബ് മാഷിന്റെ സ്കൂളിൽ പിന്നെ അംഗീകാരം പിൻവലിച്ചപ്പോൾ കോഴിക്കോട് DD എന്ത് ചെയ്തു എന്നറിയോ? അയാള് ഇന്ന് ചെയ്യുന്നുണ്ടത്, പക്ഷെ അന്ന് ആ സമ്പ്രദായമില്ല. അന്ന് സ്കൂൾ എബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് മാഷായിട്ടും ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മാഷായിട്ടും ടീച്ചേഴ്സിനെ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സായിട്ടാണ് മാറ്റുക. എല്ലാ സ്റ്റേറ്റിലെ എല്ലാ സ്ഥലത്ത് ഹെഡ് മാഷായിട്ട് മാറ്റിയും കോഴിക്കോട് മാത്രം DD ഹെഡ് മാഷാക്കാതെ സഹാധ്യാപകനാക്കി. സംഘടന അതിൽ ഇടപെട്ടു, സമ്മതിച്ചില്ല. DD പിന്നെ നമ്മുടെ സംഘടനയും വിട്ടുകൊടുത്തില്ല. ടി കുഞ്ഞിരാമൻ മാഷിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് വിലയിരുത്തി എന്ത് തീരുമാനിച്ചു എന്നറിയോ? ഈ സഹാധ്യാപകനായി പോയി ജോയിൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ചയോളം നിരന്തരമായി കോഴിക്കോട് DD ഓഫീസിന് മുന്നിൽ തുടർച്ചയായ സത്യാഗ്രഹം ഇരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും DD അതിലിടപെട്ടില്ല. ഉടനെ തന്നെ സമരം നിർത്തിവെച്ച് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. 1.5 വർഷം കഴിഞ്ഞു ഈ വഹാബ് മാഷക്ക് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകാൻ. അതിനിടക്ക് വഹാബ് മാഷ് കുടുംബം എന്ന് പറഞ്ഞാൽ അയാളും ഭാര്യയും 7 മക്കളും ഉണ്ട്. ഈ കുടുംബത്തിന് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടാണെങ്കിൽ പകുതി ശമ്പളം കിട്ടും. ഇത് സസ്പെൻഷൻ ഇല്ല, നോ വർക്ക് നോ പേ. അയാൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് അയാൾക്ക് ഒരു ശമ്പളവും ഇല്ല. 1 വർഷം കഴിയുമ്പോഴേക്കും മാഷുടെ ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ തകർന്നു. 7 കുട്ടികളുള്ള ഒരു കുടുംബത്തെ പോറ്റണം. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തു ഈ മാഷിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫണ്ട് ശേഖരിക്കാൻ. മാഷ് പറഞ്ഞു, എനിക്ക് ശമ്പളം കിട്ടുന്ന അവസരത്തിൽ ഈ തുക മുഴുവനായിട്ട് നിങ്ങൾ തിരിച്ചു വാങ്ങണം, ഞാൻ തിരിച്ചു തരും എന്നൊരു വാഗ്ദാനം അയാൾ നൽകി. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞു, കോടതിയിൽ കേസ് നടന്നു.
നമുക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായി. വിധിയുടെ കോപ്പി കുഞ്ഞിരാമൻ മാഷും വകാവ് മാഷും നേരിട്ട് വാങ്ങി, വക്കീലിനടുത്ത് വാങ്ങി കോഴിക്കോട് ED എത്തിച്ചു. എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഒരാഴ്ചക്കുള്ളിൽ നടപ്പാക്കാനാണ് പറഞ്ഞത്. പിറ്റേ ദിവസം കുഞ്ഞിരാമൻ മാഷും വഹാവ് മാഷും പോയി. അദ്ദേഹം പിന്നെ ഈ അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങി, ഹെഡ് മാഷായിട്ടുള്ള അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങിയിട്ട് എവിടെയാ പോസ്റ്റിംഗ് കിട്ടിയെന്നറിയോ? ആ എരഞ്ഞിപ്പാലത്തുള്ള GLPS എരഞ്ഞിപ്പാലം. അവിടെ ഒരു ഓട്ടോ പിടിച്ച്, ഈ ഓർഡറും വാങ്ങി ഒരു ഓട്ടോ പിടിച്ച് വഹാവ് മാഷും കുഞ്ഞിരാമൻ മാഷും കൂടി എവിടെ എത്തി? ആ സ്കൂളിലെത്തി. അവിടെയുള്ള സീനിയർ ടീച്ചർക്ക് ഈ അപ്പോയിൻമെന്റിന്റെ ഓർഡറിന്റെ കോപ്പി കൊടുത്തു. കുഞ്ഞിരാമൻ മാഷ് ഈ വഹാവ് മാഷെ പിടിച്ചിരുത്തി ആ ഹെഡ് മാഷ കസേരയിൽ. എന്നിട്ട് എല്ലാ സർവ്വ ആശീർവാദവും അനുഗ്രഹങ്ങളും കൊടുത്ത് കുഞ്ഞിരാമൻ മാഷ് സ്വന്തം വീട്ടിലേക്ക് പോയി. ഇതൊക്കെ പറയുന്ന അവസരത്തിൽ നമുക്ക് ലളിതമായ ഭാഷയിൽ പറയാമെങ്കിലും ഈ ഒരു മാഷുടെ ഈ കുടുംബത്തിന്റെ പട്ടിണി, ഈ കുടുംബം 1.5 കൊല്ലം ശമ്പളമില്ലാതെ കിടന്നത്. ആ ഇടക്കാണ് ഈ വഹാവ് മാഷിന്റെ മൂത്ത കുട്ടിക്ക് പിന്നെ ഒരു കല്യാണാലോചന വന്നത്. വഹാവ് മാഷ് കുഞ്ഞിരാമൻ മാഷോട് പറഞ്ഞു, മാഷെ ഒരു നിവൃത്തിയില്ല, ആലോചന ഞാനൊക്കെ തൽക്കാലം ഇതിങ്ങനെ നിരസിക്കുക, പല കാരണവും പറഞ്ഞിട്ട്. കുഞ്ഞിരാമൻ മാഷ് വിലക്കി, നിങ്ങൾക്ക് പറ്റിയ ആലോചന വന്നാൽ നിങ്ങൾ ഒരിക്കലും നിരസിക്കാൻ പാടില്ല, ഞങ്ങൾ വേണ്ട സഹായം ചെയ്യും. അങ്ങനെ കുഞ്ഞിരാമൻ മാഷ് അതിലിടപെട്ടു. ഈ KPPHAക്ക് മുഴുവൻ ആളുകൾക്കും വിവരം കൊടുത്തു. വലിയൊരു തുക അദ്ദേഹത്തിന്റെ കല്യാണത്തോടനുബന്ധിച്ച് അവിടെ പോയി അവർ കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ കൊടുത്ത് മനോഹരമായിട്ട് ആ കല്യാണവും നടത്തി കൊടുത്തു നമ്മുടെ സംഘടന. അതാണ് നമ്മുടെ സംഘടന. ആ സംഘടനയിലാണ് ഞാനും നിങ്ങളും ഒക്കെ പ്രവർത്തിച്ചതും നിങ്ങളൊക്കെ ഇപ്പൊ പ്രവർത്തിക്കുന്നതും. അത് ചെറിയ ഒരു നിസ്സാരമായ കാര്യമല്ല. പിന്നീട് ഇപ്പോൾ 1992 നിങ്ങൾക്കറിയാം. 92 ശമ്പള സമീകരണം കേന്ദ്ര പാരിറ്റി വന്നു. ആ പാരിറ്റി വന്നിട്ട് ഒരു കമ്മീഷൻ അല്ല, ഒരു കമ്മിറ്റി വെച്ച് കേരളത്തിലെ ശമ്പളമൊക്കെ മാറ്റി നിശ്ചയിച്ചു. അപ്പോഴെന്താ നോക്കുമ്പോൾ കേരളത്തിലെ എയ്ഡഡ് പ്രൈമറി ഹെഡ് മാസ്റ്റർമാർക്ക് ഉണ്ടായിരുന്ന ശമ്പള സ്കെയിലില്ല. ശമ്പള സ്കെയില് നഷ്ടപ്പെട്ടു. സഹാധ്യാപകന്റെ ശമ്പള സ്കെയിലിലേക്ക് നാം തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി. ഇത് കേരളത്തിലെ പ്രധാന അധ്യാപകർ ഞെട്ടി. സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നു. സ്റ്റേറ്റ് കമ്മിറ്റി കൗൺസിലും വിളിച്ചു. ഒടുവിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മൾ ധർണ നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ മുകളിലും മുഴുവൻ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഓഫീസിന്റെ മുകളിലും നമ്മൾ ധർണയും നിരാഹാരവും നടത്തി. ഒരു കൂസലുമില്ല, ഗവൺമെന്റ് അതിൽ നിന്ന് ഇളകുന്നില്ല. ഒരു ഗത്യന്തരമില്ലാതെ നിസ്സഹകരണ ബഹിഷ്കരണ സമരം നടത്തി. നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റാമ്പ് വിൽപ്പനയും നടക്കുകയില്ല, ഒരു കോൺഫറൻസിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല, ഒരു മേളകളിൽ ഞങ്ങൾ സഹകരിക്കുകയല്ല, മേള ആരെങ്കിലും നടത്തിയാൽ ഞങ്ങൾ തടയും. അങ്ങനെ 1992 നവംബർ മാസത്തോടടുക്കുന്നു. കേരളത്തിലെ എല്ലാ സബ് ജില്ലകളിലും ഇതിന്റെ ആലോചനകൾ നടക്കുന്നു. ശാസ്ത്രമേളയൊക്കെ മാറ്റിവെച്ചു. ഹെഡ് മാസ്റ്റർമാരും നിസ്സഹകരിച്ചു. ശാസ്ത്രമേളയും പ്രവൃത്തി പരിചയമേള അതുപോലുള്ള എല്ലാ മേളകളും നിർത്തിവെച്ചു. ഒടുവിൽ നവംബർ ആയപ്പോൾ സ്പോർട്സ് നടത്തിയേ തീരൂ. എന്താ കാരണം? നമ്മളെ നാഷണൽ സ്പോർട്സ് ഒക്കെ ഉള്ളതാ, അതുകൊണ്ട് നടത്തിയേ തീരൂ എന്ന് വെച്ചു. അപ്പോൾ DPIയും ഗവൺമെന്റും ശക്തമായി അത് നടത്തിയേ പറ്റൂ എന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് കർശന നിർദ്ദേശം കൊടുത്തു. പക്ഷേ നമ്മൾ അതിന് വഴങ്ങിയില്ല. നമ്മൾ പറഞ്ഞു DOമാരോട്, നിങ്ങൾ ഈ സമരവുമായിട്ട് നിങ്ങൾ ഈ മേള നടത്താൻ മുന്നോട്ട് പോയാൽ ഞങ്ങൾ മേള തടയും, ഉറപ്പ്. അങ്ങനെ 1992 നവംബർ മാസം 5-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. ആ 5-ാം തീയതി കൊയിലാണ്ടി ഇന്നുള്ള മിനി സ്റ്റേഡിയത്തിൽ, അന്നവിടെ ഷോപ്പൊന്നുമില്ല, റോഡിനോട് ചേർന്ന് തന്നെ ഗ്രൗണ്ടാണ്. ആ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് വടകര വിദ്യാഭ്യാസ ജില്ല സ്പോർട്സ് നടക്കുക. ആ സ്പോർട്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ DOയോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തടയും. അങ്ങനെ നമ്മൾ ഈ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ 200-ൽ പരം പ്രധാന അധ്യാപകർ അവിടെ കൊയിലാണ്ടി സംഘടിച്ചു. കൊയിലാണ്ടി ഗേൾസ് ഹൈസ്കൂളിന്റെ ആ ഹൈസ്കൂൾ കോമ്പൗണ്ടിലാണ് നമ്മൾ സംഘടിച്ചത്.
ആ ഗേൾസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ സംഘടിച്ച് ഒരു 11 മണിയായപ്പോൾ നമ്മൾ ആകാശം ഭേദിക്കുമാറുള്ള മുദ്രാവാക്യം വിളിച്ച് നമ്മളെ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ച് ബാനർ മുന്നിൽ കെട്ടിക്കൊണ്ട് ഈ കൊയിലാണ്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ജാഥയായി നീങ്ങി. ആവേശത്താൽ എല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടി മുദ്രാവാക്യം വിളിച്ച വനിതകൾ ഉൾപ്പെടെ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ ആ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോൾ 200 മീറ്ററിന്റെ ട്രാക്ക് അവിടെ ഉള്ളത്. ജൂനിയർ പെൺകുട്ടികളുടെ 800 മീറ്റർ ഓട്ടം നടക്കുക. ആ ഓട്ടത്തിന്റെ 4ാമത്തെ ലാപ്പിലാണത്രേ എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. 4ാമത്തെ ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് നേരെ പോയി പവലിയന്റെ മുന്നിൽ മുതൽ ഗ്രൗണ്ടിന്റെ ഇങ്ങേയറ്റം വരെ ക്രോസ് ചെയ്ത് പിന്നെ നമ്മുടെ ട്രാക്കിൽ മലന്ന് കിടന്നു. അങ്ങനെ കുറെ നേരം മുദ്രാവാക്യം വിളിച്ചപ്പോൾ പോലീസ് ഇടപെട്ടു. പോലീസ് ഞങ്ങളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉച്ചയായപ്പോൾ നമ്മളെയൊക്കെ വിട്ടു. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സ്കെയില് നമ്മൾ പിന്നീട് നേടിയെടുത്തു. നമ്മൾ സഹിച്ച, നിങ്ങളുടെ പൂർവികന്മാർ സഹിച്ച 92-ൽ ഇപ്പം ആരും ഉണ്ടാവില്ല ഹെഡ്മാസ്റ്റർമാരുടെ കൂട്ടത്തിൽ, വളരെ അപൂർവം ആളുകൾ ഉണ്ടാവും. ത്യാഗം സഹിച്ചത് എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ 92-ൽ അങ്ങനെ സമരം നടത്തി. പിന്നെ ആ ഇടക്കാണ് 89-ൽ പേറിവിഷൻ വന്നപ്പോൾ, 90-ലാണ് വന്നത്. 90-ൽ പേറിവിഷൻ വന്നപ്പോൾ 90-ലെ 89-ലെ പേറിവിഷനിലാണ് നമുക്ക് സെലക്ഷൻ ഗ്രേഡ് ആദ്യമായി സെലക്ഷൻ ഗ്രേഡ് ഇംപ്ലിമെന്റ് ചെയ്ത്. 88 പേറിവിഷൻ വന്നത് 89-ലാണ്. ആ 89-ല് സെലക്ഷൻ ഹെഡ്മാസ്റ്റർമാർക്ക് സെലക്ഷൻ ഗ്രേഡില്ല. ഹെഡ്മാസ്റ്റർമാർക്ക് സെലക്ഷൻ ഗ്രേഡ് ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? നഷ്ടമാണ്. ഇപ്പണിക്കാരും നിൽക്കുകയല്ല. അന്നും നമ്മൾ നിസ്സഹകരണം സമരം നടത്തി. ഒടുവിൽ ധർണയും സമരമൊക്കെ നടത്തിയിട്ട് അവിടെ നോഷണലായിട്ട് സീനിയർ ഗ്രേഡ് നമുക്ക് കിട്ടി. അങ്ങനെ 1990 കഴിഞ്ഞു. 90 കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇവിടെ പഠന ക്ലാസ്, ടി കുഞ്ഞിരാമൻ മാഷിന്റെ പഠന ക്ലാസ്, പഠന ക്യാമ്പുകൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ടി കുഞ്ഞിരാമൻ മാഷൊക്കെ ഒരു ആശയം, എന്തോ നമുക്ക് പഠന കേന്ദ്രങ്ങൾ, പഠന ക്യാമ്പും ക്ലാസ്സൊക്കെ നടത്താൻ ഒരു ആസ്ഥാന മന്ദിരം വേണം. അങ്ങനെ ഒരു ആശയം എന്നോടും പഞ്ചായത്ത് പ്രഭാകരൻ മാഷോടൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. അത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ, സംസ്ഥാന കമ്മിറ്റി മുമ്പാകെ, കൗൺസിൽ മുമ്പാകെ വെച്ചു. അതൊക്കെ അംഗീകരിച്ചതിൻ്റെ ഫലമായി നമ്മളൊരു സ്ഥലം കണ്ടെത്താനും ആ സ്ഥലം കണ്ടെത്തിയത് കൂടാതെ അവിടെ കെട്ടിടം പണിയാനൊക്കെ തീരുമാനിച്ചു. സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയുടെ കൺവീനറായി എന്നെ തിരഞ്ഞെടുത്തു. ടി കുഞ്ഞിരാമൻ മാഷും കെ ഗംഗാധരൻ മാഷ്, പി ബാലകൃഷ്ണൻ മാഷ്, പിന്നെ പഞ്ചായത്ത് പ്രഭാകരൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലെ അയനിക്കാടുള്ള ആ സ്ഥലം. 20.25 സെന്റുള്ള സ്ഥലം. ഈ സ്ഥാപനം നിങ്ങൾ ഓർമ്മിക്കണം. ഈ സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടി തൃശ്ശൂർക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. കേരളത്തിന്റെ മധ്യത്തിൽ സാംസ്കാരിക തലസ്ഥാനത്ത് വേണം. മധ്യത്തിലല്ല, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വേണം. എറണാകുളത്തുകാർ പറഞ്ഞു കേരളത്തിന്റെ മധ്യത്തിൽ വേണം. തിരുവനന്തപുരക്കാർ പറഞ്ഞു തലസ്ഥാന നഗരിയിൽ വേണം. കോഴിക്കോടുകാർ പറഞ്ഞു എല്ലാം അവിടെ ആയ പറ്റൂല, കോഴിക്കോടും വടക്കും മലബാറിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ തർക്കം വന്നപ്പോഴാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും കൂടി മാൻഡേറ്റ് തന്നു. തീരുമാനിച്ചതാണ് ഈ അയനിക്കാട് സ്ഥലം കിട്ടി. ഞങ്ങൾ കൊയിലാണ്ടിയൊക്കെ ചെന്ന് നോക്കിയിരുന്നു. കൊയിലാണ്ടി, പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തൊട്ട ഒരു സ്ഥലം, അതിനിപ്പുറത്ത് ഈ പൊയിൽക്കാവ്, അവിടെയൊക്കെ ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് പോയിരുന്നു. പക്ഷേ ചെന്ന് നോക്കിയാൽ ചിലത് പറ്റില്ല, ചിലത് പറ്റും. പക്ഷേ ഞങ്ങൾ വില പറഞ്ഞപ്പോഴേക്കും മറ്റുള്ള ആൾക്കാർ അത് വില കച്ചവടം ഉറപ്പിച്ചിട്ട് അവരും പോയി. അങ്ങനെ വീണ്ടും ആണ് നമ്മൾ കെട്ടിടം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കെട്ടിടം എടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് എന്നെ നിയോഗിച്ചു. ഒരു 8 ആളോ 9 ആളുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൽ നമ്മുടെ ഗംഗാധരൻ മാഷ്, പി ബാലകൃഷ്ണൻ മാഷ്, കുഞ്ഞിരാമൻ മാഷ് ഒക്കെ ഉണ്ട്. ആ കമ്മിറ്റി കൂടി
ഒരു അംഗത്തിൽ നിന്ന് 1000 രൂപ പിരിക്കാൻ തീരുമാനിച്ചു, കേരളം മുഴുവൻ. പക്ഷെ പിരിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ഇതിന്റെ മൂല്യം ആളുകൾക്ക് അറിയില്ല, ഈ സ്ഥാപനം കൊണ്ടുള്ള ഗുണം അറിയില്ല. മാത്രമല്ല, സംഭാവന കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും അന്നത്തെ ഹെഡ്മാസ്റ്റർമാർക്ക് ഏറെക്കുറയില്ല. പലരും ഇതിനെ ശക്തമായി വിമർശിച്ചു. എന്താ വിമർശനം എന്നറിയോ? വയസ്സന്മാർക്ക് ഉള്ള വിശ്രമ കേന്ദ്രമായിട്ടാണോ ഇത് ഉണ്ടാക്കുന്നത്? ഇത് എന്താ പ്രയോജനം? എന്ത് കാര്യമാണ് ഇതുകൊണ്ടെന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി, പരസ്യമായിട്ട് ചോദിക്കാൻ തുടങ്ങി. പല സബ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഞങ്ങളെ മുമ്പിലാകും ആരും പറഞ്ഞില്ല. ചോദിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്താണെന്നറിയോ? അന്ന് ടി കുഞ്ഞിരാമൻ മാഷും PNK ഒക്കെ റിട്ടയർ ചെയ്ത് ഈ സംഘടനയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന, വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ആളുകളാണ്. അത്രമാത്രം ത്യാഗം ചെയ്യുന്ന ആളുകളാണ്. അവരെ പരിഹസിച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ ഇതിനെ പറ്റി പരാമർശിച്ച് പരിഹസിച്ചത്. പക്ഷേ നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്തത്. 12.5 ലക്ഷം രൂപ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമായി പിരിച്ചിട്ടുണ്ട്. ഈ 12.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 2004 പിരിച്ചതെന്ന് ഓർമ്മിക്കണം. 2004 ഒരു അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളം എത്രയാണെന്നറിയോ? 4000, 6050 ആ സ്കെയില്. 4000 അടിസ്ഥാന ശമ്പളം. നിങ്ങൾ കാണണം അതിനെ. ഹെഡ്മാസ്റ്ററുടെ ശമ്പളം എത്രയാണെന്നറിയോ? 5500 അടിസ്ഥാന ശമ്പളം. ആ 5500 നിന്ന് ഒരു PF ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 7.5 ലക്ഷം രൂപ മൊത്തം പിരിച്ചെടുത്തത്. സ്റ്റേറ്റിൽ നിന്ന് ആകെ കിട്ടിയത് 12.5. സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയതാണ് 12.5. 7.5 ലക്ഷം കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. അതിലോ ചോമ്പാൽ സബ് ജില്ലയിൽ നിന്ന് കിട്ടിയത് 1,10,000. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയോ നിങ്ങൾ? വർഷങ്ങളായി ചോമ്പാൽ സബ് ജില്ലയിലുള്ളവർക്ക് മാത്രമല്ല, ചോമ്പാൽ സബ് ജില്ലയിൽ അന്ന് എന്ത് സർവീസ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഞാനും പ്രഭാകരൻ മാഷൊക്കെ തന്നെയാണ് അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കുന്നത്, എഴുതി കൊടുക്കുന്നത്, എല്ലാം ചെയ്തു കൊടുക്കുന്നത്, പേ ഫിക്സേഷൻ നടത്തി കൊടുക്കുന്നതും എല്ലാം. ഞങ്ങളാരും ഒരു 10 പൈസ പോലും ആരോടും വാങ്ങുകയോ ചായ പോലും വാങ്ങി കുടിച്ചിട്ടില്ല. പൈസ എല്ലാവരും വെച്ച് കെട്ടാൻ നോക്കിയിരുന്നു. ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള പണി എഴുതിയാലും ചെയ്താലും ഞങ്ങൾ വാങ്ങൂല. ഞങ്ങളുടെ സഹായം പറ്റാത്ത ഒരു സ്കൂളും ചോമ്പാൽ ഉപജില്ലയിലില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളൊക്കെ ടീമായിട്ട് സംഭാവന വിരിക്കാൻ പോയപ്പോൾ ഞങ്ങളോടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം കൊണ്ട് സ്കൂളിൻ്റെ പേരിൽ 2000, 2500 ടീച്ചർമാരെല്ലാം കൂടി സംഭാവന തന്നപ്പോൾ അവിടെയുള്ള ഹെഡ്മാസ്റ്റർമാർ മാത്രമല്ല, ഞങ്ങളെ കൊണ്ട് സഹായം കിട്ടിയ അധ്യാപകര് അവരുടെ പേരിൽ പ്രത്യേകം റെസീറ്റ് എഴുതി ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട്, ഇതാ നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ തരുന്നത് കൂടാതെ ഞങ്ങളുടെ പേരിൽ കുറച്ച് ഈ എമൗണ്ട് ഞങ്ങൾ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയോ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് 4000 ശമ്പളം വാങ്ങുന്ന കാലത്ത് 1,10,000 രൂപ ഒരു സബ് ജില്ലയിൽ നിന്ന് ഒരു പ്രയാസം കൂടാതെ പിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ചോമ്പാൽ സബ് ജില്ലയും അതേപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയും അതിനു വേണ്ടി പ്രവർത്തിച്ച ആ ജാഗ്രതയും അതിൻ്റെ ആത്മാർത്ഥതയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ആ ഒരു പഠന കേന്ദ്രം ഇന്ന് KPPHയുടെ എന്താ പറയേണ്ടത്, ഒരു ദീപസ്തംഭം പോലെ അയനിക്കാട് തലയുയർത്തി നിൽക്കുന്നുണ്ട്. നേരത്തെ ഉള്ള നിങ്ങൾക്ക് ആ കെട്ടിടം അറിയാം. ആ കെട്ടിട ഹൈവേയുടെ വികസനത്തിൽ മുൻഭാഗം പൊളിച്ചു നീക്കിയതാണ്. അതോടുകൂടി അതിൻ്റെ ആദ്യത്തെ ഭംഗി പോയി. ഇപ്പോൾ ഭംഗിയില്ല എന്നല്ല, ആദ്യത്തെ ഭംഗി അതിൻ്റെ ഇരട്ട തൂണിൻ്റെ മുകളിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന ആ ഇരട്ട തൂണിൽ നിൽക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുൻഭാഗം കണ്ടാൽ ഒരു ഗുരുവായൂർ കേശവന്റെ നിൽപ്പ് പോലെ തോന്നും. ഈ ഹൈവേയിലൂടെ ബസ് യാത്ര ചെയ്യുന്നതും വാഹനത്തിൽ യാത്ര ചെയ്യുന്നതായ ഏതൊരാളും ആ കെട്ടിടം കണ്ടാൽ ഒന്ന് നോക്കിപ്പോകും. അത്ര ആകർഷണീയമായ മനോഹരമായ കെട്ടിടമായിരുന്നു നമ്മുടെ പഴയ കെട്ടിടം. ഇന്ന് നമ്മുടെ കെട്ടിടം ആ ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ
അതിനെ മിനുക്കുപണി ചേർത്ത് ഭംഗിയാക്കി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതിൻ്റെ ആദ്യ രൂപമാണ് അതിൻ്റെ ഗാംഭീര്യത്തിൽ തലയെടുപ്പോട് നിൽക്കുന്ന ആ സ്ഥാപനം. അതാണ് KPPHA-യുടെ അഡ്രസ് എന്ന് പറയുന്ന സ്ഥാപനം. പിന്നെ മറ്റൊന്നാണ് മാസിക. ഈ മാസിക എപ്പോഴാണ് തുടങ്ങിയത്? 1983. അത് തുടങ്ങിയതാരാ? നമ്മുടെ ആചാര്യനായ PNK നായർ. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ് ഈ മാസിക തുടങ്ങാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പലരും അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊണ്ടുപോയി, ആർക്കും അത് തുടങ്ങാനായില്ല. പാലക്കാട് വെച്ച് ഒരു KPPHA ബുള്ളറ്റിനൊക്കെ ഉണ്ടായി, വെറും ഒരു ലഘുലേഖ മാതിരി. അതുകൊണ്ടൊന്നും നടന്നില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മുടെ PNK നായർ പയ്യോളിയിലേക്ക് അത് കൊണ്ടുവരികയും അവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിലെ KPPHA മെമ്പർമാരുടെ സഹായത്തോടുകൂടി, അംഗങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ, അന്ന് ശമ്പളക്കാരില്ല, ആരുമില്ല. PNK ജനറൽ സെക്രട്ടറിയാണ്, അവിടെ പശയൊട്ടിക്കാൻ ആളില്ല, ഇത് പ്രിന്റ് ചെയ്യാൻ പ്രസിൽ കൊടുക്കണം, അതിന് പൈസ കൊടുക്കണം. പിന്നെ ഈ പശയൊട്ടിക്കലും പോസ്റ്റ് ചെയ്യലും ഒക്കെ തന്നെ ആരാ? KPPHA മെമ്പർമാരെ വിളിക്കുക. ഓരോ പേരടി സബ് ജില്ലയിലെ കുറെ ആളെ വിളിക്കുക, ചോമ്പാൽ സബ് ജില്ലയിൽ നിന്ന് വിളിക്കാറുണ്ട്, വടകര സബ് ജില്ലയിൽ നിന്ന് വിളിക്കാറുണ്ട്. അവരെ കൊണ്ട് ഓരോ മാസവും പണിയെടുപ്പിച്ചിട്ടാണ് ആ മാസിക ഉണ്ടായത്. എന്തിനാണ് ഈ മാസിക ഉണ്ടാക്കിയത്? ആ മാസിക ഉണ്ടാക്കിയത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവുകൾ കഴിയുന്നത്ര വേഗം പുതുമയോടുകൂടി നമ്മുടെ അംഗങ്ങൾക്ക് എത്തിക്കുകയാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തത്, പിന്നെ ഈ മാസികയിലൂടെ ഹെഡ്മാസ്റ്റർമാർക്ക് അറിവ് നൽകുക, ഹെഡ്മാസ്റ്റർമാരുടെ നിത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം മാസികയിലൂടെ കൊടുക്കുക. അതിലൂടെ ഒരാളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരും കൂടി അറിയാം, അവർ വായിച്ചു പഠിക്കുക, ഹെഡ്മാസ്റ്റർമാരെ മൊത്തത്തിൽ ബോധവൽക്കരിക്കുക. ആ മാസിക വളർന്നിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലെയും DPI ഓഫീസിലെയും DD ഓഫീസിലെയും DO ഓഫീസിലെയും AEOS ഓഫീസിലെയും അവിടുത്തെ ക്ലാർക്കുമാർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ മാസികക്ക് വേണ്ടി ഓരോ മാസിക കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയും എന്തെങ്കിലും കാരണവശാൽ വൈകിപ്പോയാൽ അതെങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടി നമ്മളെ മെമ്പർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. അതിൻ്റെ മൂല്യമാണ്, അതിൻ്റെ ഗുണമാണ്. ആ ഗുണമാണ് KPPHAക്ക് അഡ്രസ് ഉണ്ടാക്കിയത്. അത് നിങ്ങളെല്ലാവരും ഓർത്തേ മതിയാവും. നമ്മുടെ പിന്നെ സംഘടനയുടെ അംഗബലം കണ്ടിട്ടല്ല, നമ്മുടെ യൂണിറ്റിന്റെ ശക്തി കണ്ടിട്ടല്ല, നമ്മുടെ പ്രസിദ്ധീകരണം കണ്ടിട്ടും, നമ്മുടെ ദീപം സ്തംഭം പോലെയുള്ള നമ്മുടെ ആ അറിവ് പകരുന്ന സൗധം കണ്ടിട്ടും, അതിനെ വിലമതിച്ചിട്ടും KPPHAക്കാർക്ക് നിരന്തരമായി നമ്മുടെ ക്ലാസുകൾ കൊടുത്ത് ബോധവൽക്കരണം നടത്തി ഏത് വിഷയത്തിലും വിദ്യാഭ്യാസ ഓഫീസുകളിൽ എന്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും അതിനെ നിയമത്തിന്റെ ഭാഷ ഉപയോഗിച്ച് നേരിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ അംഗങ്ങൾക്ക് നമ്മുടെ സംഘടന കൊടുത്ത അതിൽ നിന്നുണ്ടാവുന്ന ഊർജം, ആ ഊർജത്തിന്റെ പ്രസരണമാണ് ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാണ് കേരളം മുഴുവൻ അറിയപ്പെട്ടത്. അല്ലെങ്കിൽ എന്താവുമായിരുന്നു? നമ്മൾ അറബിക് അധ്യാപക സംഘടന, ഉറുദു അധ്യാപക സംഘടന, ഫിസിക്കൽ പാഠാധ്യാപക, മറ്റ് കായികാധ്യാപക സംഘടന, അതുപോലെ ഒരു സംഘടനയായിട്ട് നമ്മൾ ആരും അറിയപ്പെടാത്ത ഒരു സംഘടനയായിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു മൂലയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. ഈ സംഘടനക്ക് ഇത്രമാത്രം അഡ്രസ് ഉണ്ടാക്കിയതാരാ? KPPHAയുടെ ഈ രണ്ട് സ്ഥാപനങ്ങളാ, ഒന്ന് മാസികയും ഒന്ന് പഠന കേന്ദ്രവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ KPPHA ആക്കി മാറ്റിയത് അറിവിന്റെ മൂല്യങ്ങൾ വിതരണം ചെയ്ത ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഹെഡ്മാസ്റ്റർമാരെ അവരുടെ പ്രവർത്തനത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് നിരന്തരമായി ക്ലാസുകൾ നടത്തും ഒരു സ്ഥാപനമായി അത് വളർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ, കേരളം മുഴുവൻ അറിയപ്പെട്ട ഒരു സ്ഥാപനമായി, കേരളം മുഴുവൻ അറിയപ്പെട്ട ഒരു മാസികയായി ഇത് മാറിയപ്പോഴാണ് KPPHAക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടായത്. KPPHA നേതാക്കന്മാരെ AEOS ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ സ്വീകരിക്കുന്നത്, സബ് ജില്ലാ സെക്രട്ടറിമാർക്ക് ഓഫീസുകളിലും
ജില്ലാ സെക്രട്ടറിമാർക്ക് DD ഓഫീസിലും സംസ്ഥാന നേതാക്കന്മാർക്ക് സെക്രട്ടേറിയറ്റിലും DPA ഓഫീസിലും ഒരു അഡ്രസ് ഉണ്ടാക്കിയത് ഈ KPPHAയുടെ മാസികയാണ്, ഈ KPPHAയുടെ പഠന കേന്ദ്രമാണ്. അത് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്, അതിനെ നിങ്ങൾ ഒരിക്കലും തളർത്തരുത്, അതിനെ നിങ്ങൾ ഒരിക്കലും ക്ഷീണിപ്പിക്കരുത്. അതിൻ്റെ മൂല്യം എപ്പോഴും നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചു ഉയർത്തിപ്പിടിക്കണം. അവിടെ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി നിങ്ങൾ അവിടെ നിങ്ങളുടെ അവതാര ലക്ഷ്യം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. KPPHAക്കാരൻ്റെ ധർമ്മം എന്താണെന്ന് നിങ്ങൾ അവിടെ കാണിക്കണം. കാരണം ഒരു തരത്തിലും നമ്മുടെ മാസികയുടെ മൂല്യം തകർന്നുകൂടാ. അതിന് ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ പഠന കേന്ദ്രത്തിൻ്റെയും അതിൻ്റെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും ജാഗ്രത കാണിക്കേണ്ടതും കോഴിക്കോട് ജില്ലാ ഘടകമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഗുണം ഉള്ളത്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം അനുഭവിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആളുകളാണ്. അപ്പം കോഴിക്കോട് ജില്ലയിലെ ആളുകളാണ് അതിൻ്റെ താങ്ങായി, അതിൻ്റെ തണലായി നിങ്ങൾ ആ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ ആ സ്ഥാപനത്തെ നിങ്ങളുടെ കാലശേഷം അതിനൊരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ അതിനെ നിങ്ങളുടെ സംസ്ഥാന KPPHA തന്നെ അതിൽ നിങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് അടുത്ത തലമുറയെ ഏൽപ്പിക്കണം. അവിടെ നിങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിനോ മൂലയിലോ ഒരു കല്ല് പോലും ഇളകാതെ, ഒരു അണു പോലും പുറത്തേക്ക് പോകാതെ അതിനെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണം എന്ന് ഞാൻ ആണയിട്ട് അടിവരയിട്ട് പറയുക. അപ്പോൾ ഇതാണ് KPPHAയുടെ ചരിത്രം. അതിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പം അടുത്ത കാലത്തുള്ള ചരിത്രം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എൻടൈറ്റിൽമെന്റ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ബില്ല് ഡ്രോയിങ് ഓഫീസർ AU ആണ്. അതൊക്കെ മാറിയിട്ട് ബില്ല് കൗണ്ടർ സൈൻ ഒഴിവാക്കിയിട്ട് 2013 ഓതറൈസേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊക്കെ സംഘടന ഏറ്റെടുത്ത് നടത്തിയ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ ഒരുപാട് ഇടപെടലുകളും അതിലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടായതാണ് ഈ ഓരോ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെയും സർവീസ് ബുക്ക് വെരിഫിക്കേഷൻ. കൊല്ലത്തിലൊരിക്കൽ സർവീസ് ബുക്കിൻ്റെ കെട്ട് മുഴുവൻ മാനേജർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അയാളെ കെട്ട് അവിടെ വാങ്ങി വെക്കും. വാങ്ങി വെച്ചിട്ട് 1-2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ നോക്കി ഒപ്പിട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയി നോക്കും, ഒപ്പിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോരും. അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരിതമാണ് ഈ മാനേജറുടെ സർവീസ് വെരിഫിക്കേഷൻ നടത്തി കിട്ടുക എന്ന് പറഞ്ഞു. എല്ലാവരും അല്ല, ഒട്ടുമുക്കാലും കുറേ മാനേജർമാർ വളരെ സത്യസന്ധമായി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില മാനേജർമാർ പ്രധാന അധ്യാപകരെ ഇട്ട് കഷ്ടപ്പെടുത്തുക, പ്രത്യേകിച്ച് വനിതകളെയൊക്കെ. അങ്ങനെ ഒരു കേസിൽ നമ്മുടെ കേരളത്തിൽ 3 സ്ഥലത്താണ് വിഷയം ഉണ്ടായത്. ഒന്ന് തളിപ്പറമ്പ് സൗത്തിൽ, അവിടെ ഒരു ലേഡി ടീച്ചറോട് ഒരു മാനേജർ ഞായറാഴ്ച സർവീസ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി സ്കൂൾ വരാൻ പറഞ്ഞു. ഒന്ന്. രണ്ടാമത് മാനന്തവാടി ഉപജില്ലയിലെ ഒരു ടീച്ചറോട് 25ഓളം റെക്കോർഡുകളും സർവീസ് ബുക്കിന്റെ കെട്ടും എടുത്തിട്ട് ഈ ഗംഗോത്രി, മാനേജറുടെ വീട്ടിന്റെ പേരാ ഗംഗോത്രി, ആ ഗംഗോത്രിയിൽ എത്തിക്കാൻ വേണ്ടി രേഖാമൂലം കത്ത് കൊടുത്തു. അതിൽ 25 പട്ടികയുടെ ലിസ്റ്റും ഉണ്ട്. മൂന്നാമത്തത് കിഴിഞ്ഞാണ്യം UP സ്കൂൾ, പേരാമ്പ്ര ഉപജില്ലയിൽ LP സ്കൂൾ, ആ LP സ്കൂളിലും ടീച്ചർക്കും ഭീഷണി കത്ത്. ഉടനെ നിങ്ങൾ സർവീസ് ബുക്ക് റെക്കോർഡും എല്ലാം അവിടെ എത്തിച്ചില്ലെങ്കിൽ നടപടിയെടുക്കും. കുഞ്ഞിരാമ മാഷ് അതിൻ്റെ പിന്നിൽ ഇടപെട്ടു. ഈ തളിപ്പറമ്പിലെയും വയനാട്ടിലെ കേസ് ഞാനും ഇടപെട്ടു. അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു DPIക്ക് ഒരു പരാതി കൊടുക്കുക. കാരണം വനിതകളെയാണ്, ഈ 3 സ്ഥലത്തും വനിതകളെ മാനേജർമാർ ഹറാസ് ചെയ്യുന്നുണ്ട്. ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതുകൊണ്ട് മാനേജർമാർ സ്കൂളിൽ വന്ന് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ സമയത്ത് തന്നെ സർവീസ് വെരിഫിക്കേഷൻ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ DPIയോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. DPI എന്ത് ചെയ്തെന്നറിയോ? നമ്മൾ കാര്യകാരണം പറഞ്ഞ് വനിതകളെ ഹറാസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സ്കൂളിൻ്റെ പേരും പറഞ്ഞിരുന്നു. അങ്ങനെ DPI ഈ കണ്ണൂർ DDയോടും കോഴിക്കോട് DDയോടും വയനാട് DDയോടും
നിർദ്ദേശം കൊടുത്തു രേഖാമൂലം. ഈ സ്കൂളിൽ പോയി അവർക്കുണ്ടായ അനുഭവം റിപ്പോർട്ട് ചെയ്യാൻ അവർ മൂന്നും അതാത് സ്കൂൾ പോയി റിപ്പോർട്ട് ചെയ്തു. DPI പരിശോധിച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തതുപോലെ തന്നെ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ സമയത്ത് ഹെഡ്മാസ്റ്ററെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് സ്കൂളിൽ വന്നിട്ട് സർവീസ് വെരിഫിക്കേഷൻ നടത്താനുള്ള അനുമതി കൊടുത്തു. അതിനെതിരെ മാനേജ്മെന്റ് സംഘടന കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തപ്പോൾ കോടതി അതിൽ നേരിട്ട് ഇടപെട്ടില്ല. കോടതി പറഞ്ഞു ഈ കക്ഷികളുടെ കേട്ടിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റസ് ആയിരുന്നു. ഉഷ ടൈറ്റസ് KPPHAയുടെ ജനറൽ സെക്രട്ടറിക്ക് നോട്ടീസ് തന്നു, DPIക്ക് നോട്ടീസ് പോയി, നമ്മുടെ ഈ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതാക്കന്മാർക്കും നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് എല്ലാം ഫലമായി ഹിയറിംഗ് നടന്നു. ഹിയറിംഗിൽ നമ്മുടെ പ്രദീപ് മാഷാണ് അന്ന് പോയത്. ഈ DPIയിലെന്ന് സൂപ്രണ്ടായിരുന്നത് നമ്മുടെ മുരളി സാറായിരുന്നു. നമ്മുടെ കൂടെയുള്ള മുരളി സാർ ഇതിനെപ്പറ്റി നല്ല പഠനം നടത്തി ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ ഉഷ ടൈറ്റസിന്റെ ഹിയറിംഗിൽ പങ്കെടുത്തു. നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു. DPIയുടെ സർക്കുലർ അതേപടി വിദ്യാഭ്യാസ സെക്രട്ടറി അംഗീകരിച്ചു. അതോടുകൂടിയാണ് ഈ സർവീസ് ബുക്ക് വെരിഫിക്കേഷന്റെ ദുരിതം ഹെഡ്മാസ്റ്റർമാരിൽ നിന്ന് ശാശ്വതമായി അവസാനിപ്പിച്ചത്. പിന്നീട് നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ടെസ്റ്റ് ക്വാളിഫിക്കേഷന്റെ പ്രശ്നം. നമുക്കറിയാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നപ്പോൾ ടെസ്റ്റ് എല്ലാവർക്കും 50 വയസ്സ് കഴിഞ്ഞാലും ടെസ്റ്റ് നിർബന്ധമാക്കി. അതിൽ സംഘടന ഇടപെട്ടു. അതിൽ വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇടപെടലൊക്കെ ഞാനും നടത്തി. അതിൻ്റെതായ ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കഞ്ഞിയുടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഉച്ചക്കഞ്ഞിയുടെ സമരങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഉച്ചക്കഞ്ഞിന്റെ പൈസ വർദ്ധിപ്പിച്ച് കിട്ടാത്തതും കുടിശ്ശിക കിട്ടാത്തതും ഇപ്പോഴത്തെ ഒരു സംഭവം മാത്രമാണ്. 1984 ഉച്ചക്കഞ്ഞി ആദ്യമായിട്ട് ആരംഭിച്ചത്. തീരദേശ സബ് ജില്ലകളിലും തീരപ്രദേശങ്ങളിലും നമ്മുടെ മലയോര പ്രദേശങ്ങളിലും അന്ന് കൃത്യമായി പൈസ കിട്ടിയിരുന്നു. 1987 ആയപ്പോൾ കഞ്ഞി കൊടുക്കും, പൈസ കിട്ടില്ല. അങ്ങനെ ശ്രീമാൻ T. കുഞ്ഞിരാമ മാഷുള്ള കാലത്താണ് ആദ്യത്തെ സമരം പ്രഖ്യാപിച്ചത്. അതായത് മെയ് മാസം സ്റ്റേറ്റ് കൗൺസിൽ ചേർന്നപ്പോൾ മെയ് 31 മുമ്പേ ഉച്ചക്കഞ്ഞിയുടെ പൈസ കിട്ടുന്നില്ലെങ്കിൽ, കുടിശ്ശിക കിട്ടുന്നില്ലെങ്കിൽ, തുക വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വെക്കേഷൻ കാലം മുഴുവൻ ഞങ്ങളൊക്കെ സബ് ജില്ല തിരിച്ച് എല്ലാ സ്കൂളിലും പോയി ഈ ഉച്ചക്കഞ്ഞി നിർത്തിവെക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. സമരപ്രചരണം തന്നെ നടത്തി. അങ്ങനെ മെയ് 31 പത്രത്തിലൊരു റിപ്പോർട്ട്, KPPH ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്, ഉച്ചക്കഞ്ഞി നിർത്തിവെക്കുന്ന സമരം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. അങ്ങനെ ഉടനെ തന്നെ T. കുഞ്ഞിരാമ മാഷ് സംസ്ഥാന കൗൺസിലിന്റെ യോഗം വിളിച്ചപ്പോൾ അവിടെ കൗൺസിൽ അംഗങ്ങളൊക്കെ രോഷം കൊണ്ട് തിളക്കുക. ഞങ്ങളൊക്കെ ഇത്ര പണിയെടുത്തിട്ട് ഇത്ര ത്യാഗം ചെയ്തിട്ട് സമരപ്രചരണങ്ങളൊക്കെ നടത്തി, നിങ്ങളിതൊന്നും ആലോചിക്കാതെ, ആരോടൊന്നും പറയാതെ സമരം നിർത്തി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. ഞാനുണ്ട് ആ കൗൺസിൽ യോഗത്തിൽ 88. അങ്ങനെ ഇതെല്ലാം കേട്ട് മൗനത്തോടുകൂടി ഇരുന്ന കുഞ്ഞിരാമ മാഷ് വളരെ ലാഘവത്തോടുകൂടി, വളരെ എളിമയോടുകൂടി അദ്ദേഹം ചോദിച്ചു, നമ്മൾ ഹെഡ്മാസ്റ്റർമാരാണ്, നമ്മൾക്ക് സർക്കാർ തരുന്ന ശമ്പളം കൊണ്ട് നമ്മൾ ആർഭാടമല്ലെങ്കിലും പട്ടിണി കിടക്കാതെ ജീവിച്ചു പോരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്കൂളിൽ, പ്രത്യേകിച്ച് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഈ വരുന്ന കുട്ടികൾ അർദ്ധ പട്ടിണിക്കാരും പൂർണ്ണ പട്ടിണിക്കാരുമാണ്. രക്ഷിതാക്കന്മാർ ജോലിക്ക് പോയിട്ട് അവര് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് അവരുടെ പട്ടിണി മാറ്റുന്നത്. അതുകൊണ്ട് ഈ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് അവരെ പട്ടിണി കിടത്തിക്കൊണ്ട് ഈ സമരം ചെയ്യുന്നത് ഒരു ധാർമ്മിക ബോധത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ സമരം പിൻവലിച്ചത്.
ഈ കുട്ടികളെ പട്ടിണിക്കിട്ടിട്ട് വേണോ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ കൗൺസിൽ മുഴുവൻ നിശബ്ദമായി നിന്നു. അതുവരെ കുഞ്ഞിരാമൻ മാഷെ കഞ്ഞിരാമ എന്ന് വിളിച്ച ആളുകൾ പോലും അതിലുണ്ട്. ആ വിളിച്ച ആളുകളെല്ലാം തന്നെ വളരെ എളിമയോടുകൂടി ഞങ്ങൾക്ക് വികാരത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയെങ്കിലും കുഞ്ഞിരാമൻ മാഷ് എടുത്ത സമീപനമാണ് ഏറ്റവും ശരിയായ ഉചിതമായ സമീപനമെന്ന് കൃത്യമായ ഒരു ബോധം തിരിച്ചു കിട്ടിയ നമ്മുടെ കൗൺസിലർമാർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി യോഗം ശാന്തമായി. ഒരു പ്രയാസമില്ല. അയാൾക്ക് ഈ സമരം പ്രചരണം നടത്തിയതിലൊന്നും ആർക്കും ഒരു വികാരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലം അന്നു മുതൽ ഉച്ചക്കഞ്ഞിയുടെ സമരം നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നിട്ടുണ്ട്, നാളെയും നടക്കും. അതേപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുത്ത ആനുകൂല്യങ്ങളുണ്ട്. ഈ നേടിയെടുത്ത ആനുകൂല്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾ ഡ്രോയിങ് ഓഫീസർ, ആ പ്രശ്നം നഷ്ടപ്പെട്ടു, നിങ്ങൾ ഇടപെട്ട് തിരിച്ചെടുത്തു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ നഷ്ടപ്പെടും, സ്വാഭാവികം. അത് നമ്മളെ സംഘടനാ ബലം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. പക്ഷേ നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചെടുക്കാന്ന് മാത്രമായി പോകരുത്. നമ്മൾ കാലാകാലങ്ങളിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച മുദ്രാവാക്യങ്ങളുണ്ട്. എന്താ? കാലപരിധി കൂടാതെ ഹെഡ്മാസ്റ്റർ സ്കെയിൽ അനുവദിക്കുക, കാലപരിധി കൂടാതെ ഹെഡ്മാസ്റ്റർ സ്കെയിൽ അനുവദിക്കുക. അതായത് ഇന്ന് 15 കൊല്ലമില്ലേ, അത് എടുത്തു കളയണമെന്ന സംഘടന ഒരു കാലത്ത് എന്ന് പറയാൻ ദീർഘമായ കാലം നമ്മളെ സംഘടന എന്നും പാസ്സാക്കുന്ന ഒരു പ്രമേയവും നമ്മൾ ഇന്നലെ നിങ്ങൾ പ്രകടനം നടത്താത്തത്. നിങ്ങളുടെ ജില്ലാ സമ്മേളനം പ്രകടനമില്ല, സംസ്ഥാന സമ്മേളനത്തിൽ പോലും പ്രകടനമില്ല. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് പ്രകടനത്തോടു കൂടിയാണ്. പിന്നീട് സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്ന പ്രകടനത്തോടു കൂടിയാണ്. പിന്നെ പ്രകടനത്തിന് ആളൊക്കെ ഇല്ലാതായി, പിന്നെ പ്രകടനം നിന്നുപോയി. ആ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ മുഴക്കി. മുദ്രാവാക്യങ്ങളൊന്ന്, കാലപരിഗണന കൂടാതെ എല്ലാവർക്കും ഹെഡ്മാസ്റ്റർ സ്കെയിൽ അനുവദിക്കണം. രണ്ടാമത്തത് UP സ്കൂളുകളിൽ ക്ലാർക്കിനെ നിയമിക്കണം. മൂന്നാമത്തത് LP സ്കൂളിൽ പ്യൂണിനെ നിയമിക്കണം. ഇങ്ങനെ ഒട്ടനവധി നമ്മുടെ സ്ഥായിയായ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ നിവേദനം കൊടുക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആ മറന്നു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ഈ വരുന്ന തലമുറയെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുകയല്ല. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞു 66 സംഘടന ഉണ്ടാക്കി സ്കെയിൽ കിട്ടിയത് 73-ലാണ്, 7 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ഇന്നൊരു ഡിമാൻഡ് ഉന്നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ വർഷമോ അടുത്ത വർഷമോ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്നും മുഴങ്ങിക്കേൾക്കണം. മുഴങ്ങിക്കേട്ടിട്ട് ഇതിനെ പരിഹരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ കുറെ അധികം ആളുകൾ ഇങ്ങനെ മുഷിഞ്ഞിരുന്ന് ഈ ചരിത്രങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി ഒരുപാട് വിട്ടുപോയിട്ടുണ്ട്. ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. ഓരോന്നും നേടിയെടുത്തതിൻ്റെ പിന്നിലുള്ള ത്യാഗങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും, പെട്ടെന്ന് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും, വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിൽ കാലപരിഗണന കൂടാതെ എല്ലാവർക്കും 15 വർഷം കാത്തിരിക്കാതെ ശമ്പള സ്കെയിൽ കിട്ടണമെന്നുള്ള ഒരു ഡിമാൻഡ്, UP സ്കൂൾ ക്ലാർക്കിനെ LP സ്കൂൾ പ്യൂണിനെ ഒക്കെ നിയമിച്ച് കിട്ടണമെന്ന ഡിമാൻഡ് അങ്ങനെ ആവർത്തിച്ച് നിങ്ങൾ പറയുമ്പോൾ ഒടുവിൽ അതിനൊരു പരിഹാരം ഉണ്ടാകാതിരിക്കില്ല. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഡിമാൻഡുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഈ സംഘടന ഇത്രയും കാലം നേടിയെടുത്ത ആവശ്യങ്ങളും അവകാശങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്ര നേരം നിങ്ങൾ ഈ വചനങ്ങൾ, ഈ വാക്കുകൾ ക്ഷമയോടെ കേട്ടിരുന്ന എൻ്റെ പ്രത്യേക നന്ദി നൽകുന്നു. KPPH